നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ശ്ലോകം 37. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയഃ. കുന്തിപുത്ര, ഒന്നുകിൽ നീ ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അല്ലെങ്കിൽ വിജയം നേടി സാമ്രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ. ജയം അർജുനന് കാക്ഷിക്കാമെന്ന് നിശ്ചയിക്കാനാവില്ല, എങ്കിലും യുദ്ധം ചെയ്തേ കഴിയൂ. രണാങ്കണത്തിൽ വെച്ച് കൊല്ലപ്പെട്ടാലും സ്വർഗലോകങ്ങളിൽ വാഴാമല്ലോ. ശ്ലോകം 38. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭൗ ജയാജയൗ തഥോ യുദ്ധായ യുജ്യസ്യോ നൈവം പാപമവാപ്സ്യസി. യുദ്ധത്തിനു വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെക്കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. യുദ്ധത്തിനു വേണ്ടി മാത്രം യുദ്ധം ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് കൃഷ്ണന്റെ അഭീഷ്ടം അതാണെന്നർത്ഥം. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയപരാജയങ്ങളെയോ കുറിച്ചുള്ള പ്രശ്നമുദിക്കുന്നതേയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണനു വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം. അവിടെ ഭൗതിക പ്രവർത്തനങ്ങൾക്ക് പ്രതികരണമുണ്ടാവില്ല. സ്വന്തം ഇന്ദ്രിയ സുഖത്തിനായി ചെയ്യുന്ന കർമ്മം സത്വഗുണത്തോടു കൂടിയായാലും രജോ ഗുണത്തോടു കൂടിയായാലും ശുഭാശുഭ ഫലങ്ങൾക്ക് വിധേയമാകുന്നു. എന്നാൽ കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നതുപോലെ മറ്റാരോടും കടപ്പാടില്ല. അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ദേവർഷി ഭൂതാപ്ത നൃണാം പിതൃണാം നഗിം കരോനായ മൃണീച്ച രാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ ഗർദം. സർവകർമ്മങ്ങളും ഉപേക്ഷിച്ച് കൃഷ്ണന് മുകുന്ദന് പൂർണ്ണമായും ആത്മാർപ്പണം ചെയ്യുന്നവന് ദേവന്മാരോടോ ഋഷികളോടോ പൊതുജനങ്ങളോടോ ബന്ധുക്കളോടോ പിതൃജനങ്ങളോടോ മാനവ സമുദായത്തിനോടു തന്നെയോ കടപ്പാടൊന്നുമില്ല. ഈ ആശയം തന്നെയാണ് കൃഷ്ണൻ അർജുനനോട് പരോക്ഷമായി സൂചിപ്പിക്കുന്നത്.